തിരഞ്ഞെടുപ്പ് തോൽവി CPM പ്ലീനം വിളിക്കില്ല. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിർദ്ദേശം ഉയർന്നില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് CPM പ്ലീനം വിളിക്കാനിടയില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ പ്ലീനം സംബന്ധിച്ച് നിർദ്ദേശം ഉയർന്നിരുന്നെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെയൊരു നിർദ്ദേശം അവതരിപ്പിക്കപ്പെട്ടില്ല. അംഗങ്ങളിൽ നിന്ന് ആവശ്യവും ഉയർന്നില്ലെന്നാണ് വിവരം. ബ്രാഞ്ച് തലം വരെ തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തിയപ്പോൾ ഉയർന്ന അഭിപ്രായങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ക്രോഡീകരിച്ചതാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വച്ചത്. നേതൃത്വത്തിനെതിരെ കീഴ്കമ്മിറ്റികളിൽ ഉയർന്ന വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലുമുണ്ടായി. ന്യൂനപക്ഷ വിഭാഗത്തെ വ്യാപകമായി മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചില ക്രിസ്ത്യൻ സമുദായ നേതാക്കളും തെറ്റിദ്ധരിപ്പിച്ച് വോട്ടുകൾ LDFന് എതിരാക്കിയെന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നു. സംസ്ഥാന കമ്മിറ്റി തുടരും. തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സ്വയം വിമർശനവുമായി CPM. പ്രായോഗിക തിരുത്തൽ നടപടികൾക്ക് 3 മാസത്തെ സാവകാശം. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ സ്വയം വിമർശിച്ച CPM വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് തെറ്റാണെന്നും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്നും സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തീരുമാനിച്ചത് ഏകകണ്ഠമായാണെന്നും പ്രായോഗിക തിരുത്തൽ നടപടികൾ പിന്നീട് നടത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തിക്കൊണ്ടുള്ള സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിലാണ് CPM ആത്മവിമർശനം നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തത് തെറ്റായിപ്പോയെന്നും തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാഗ്രത വേണമായിരുന്നു. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തീരുമാനിച്ചത് ഏകകണ്ഠമായാണെന്നും റിപ്പോർട്ടിലുണ്ട്. കീഴ്ഘടകങ്ങളിൽ ഒരു റൗണ്ട് ചർച്ച കൂടി നടക്കും. പ്രായോഗിക തിരുത്തൽ നടപടികൾക്ക് 3 മാസത്തെ സാവകാശമെടുക്കുമെന്നും CPM വ്യക്തമാക്കി.